ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ +2 എക്കണോമിക്സിലെ ക്രിസ്മസ് എക്സാമിന് നടന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ 8 മാർക്കിന് നിങ്ങളോട് ചോദിച്ച് essay ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് പറയുന്നത് കേട്ടോ. നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് എ ഫേമിൻ്റെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ എന്താണ് പ്രോഫിറ്റ് മേക്കിംഗ് കണ്ടീഷൻ, എന്തൊക്കെ കണ്ടീഷനിലാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് അതിൻ്റെ കണ്ടീഷൻസ് എഴുതാനായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഒരു എങ്ങനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതെന്ന് കാണിക്കാനും പറഞ്ഞു, ഡയഗ്രാം വരയ്ക്കാനും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ് എന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നന്നായിട്ട് നോക്കാം. The main objective of the producer to maximize the profit level of the firm. അല്ല, ഏതൊരു ബിസിനസ് ആണെങ്കിലും അവരുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ദ ഔട്ട്പുട്ട് ലെവൽ അറ്റ് വിച്ച് ദ ഫേം മാക്സിമൈസ് ദ പ്രോഫിറ്റ് ഈസ് കോൾഡ് ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം. അതായത് ഒരു ബിസിനസ് അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് അവരുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രോഫിറ്റ് ലെവൽ ഓഫ് ദ ഫേം ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ റവന്യൂവിൻ്റെയും ടോട്ടൽ കോസ്റ്റിൻ്റെയും ഡിഫറൻസ് ആണ് എന്ത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് MC, മാർജിനൽ കോസ്റ്റ് മസ്റ്റ് ബി ഈക്വൽ ടു MR. മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഈക്വൽ ആയിരിക്കണം ഈ ഒരു പൊസിഷനിൽ. അത് ഫസ്റ്റത്തെ കണ്ടീഷനാണ്. രണ്ടാമത്തെ കണ്ടീഷൻ, ദ MC മസ്റ്റ് ബി നോൺ ഡിക്രീസിങ്. MC മാർജിനൽ കോസ്റ്റ് കർവ് എന്താവാൻ പാടില്ല, ഡിക്രീസ് ആവാൻ പാടില്ല. അതായത് അതൊരു ഇൻക്രീസിങ് ട്രെൻഡിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ക്ലിയർ? ആൻഡ് ഇറ്റ് മീൻസ് ദാറ്റ് മാർജിനൽ കോസ്റ്റ് കർവ് ഷുഡ് കട്ട് ദ MR ഫ്രം ദ ബിലോ. മാർജിനൽ കോസ്റ്റ് കർവ് MRനെ താഴെ നിന്നായിരിക്കണം കട്ട് ചെയ്ത് പോകേണ്ടത്. പിന്നെ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്. ദ തേർഡ് കണ്ടീഷൻ ഈസ് ദാറ്റ് അതിന് 2 പാർട്ടുണ്ട്. 1 പാർട്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേമിനുള്ളതാണ്, മറ്റൊന്നെന്ന് പറയുന്നത് ലോങ് ടേമിനുള്ളതാണ്. ഷോർട്ട് ടേമിൻ്റെ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഷുഡ് ബി മോർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം പോയിൻ്റ് ഓഫ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അതായത് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ആവറേജ് വേരിയബിൾ കോസ്റ്റിന് തുല്യമോ അല്ലെങ്കിൽ അതിന് മിനിമമോ ആയിരിക്കണം. അതാണ് ഷോർട്ട് റണ്ണിലുള്ള ഒരു കണ്ടീഷൻ. ഇനി ലോങ് റണ്ണിലെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഷുഡ് ബി മോർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം പോയിൻ്റ് ഓഫ് AVC. ഇറ്റ് കാൺ ബി ഡിനോട്ടഡ് ആസ് P ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AC. അതായത് ഇവിടെ AVC ആണ് പറയുന്നതെങ്കിൽ ഇവിടെ ആവറേജ് കോസ്റ്റാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 3 കണ്ടീഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ മാർക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒന്ന് ചെറുതായിട്ടുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പ്രൈസ് മസ്റ്റ് ബി ഈക്വൽ ടു MC മസ്റ്റ് ബി നോൺ ഡിക്രീസിങ്, പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AVC. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ, എക്സാമിന് വരുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ഈ രീതിയിലുള്ളൊരു പിക്ചറും കൂടി നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും, ഡ്രോ ചെയ്യാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മുഴുവൻ മാർക്ക് കിട്ടും. ഈ കാണുന്ന ഏരിയ ആണ് എന്ത്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഭാഗം. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ അടയാളപ്പെടുത്തി തന്നെ കാണിക്കണം, അപ്പോഴാണ് നമുക്ക് ആ മുഴുവൻ മാർക്കും കിട്ടുക. പിന്നെ ഓരോ കേവുകളും നല്ല വൃത്തിയായിട്ട് തന്നെ വരച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഡയഗ്രാംസൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. റെഡിയല്ലേ? അപ്പോൾ ആദ്യം ചോദിച്ചിട്ടുള്ള 8 മാർക്കിന് എന്തൊക്കെ എഴുതിയാലാണ് മുഴുവൻ ഈ 8 മാർക്ക് കിട്ടുക എന്ന് മനസ്സിലായല്ലോ. ആ 3 കണ്ടീഷൻസും എഴുതണം, പിന്നെ ആ ഒരു ഡയഗ്രാം നന്നായിട്ട് തന്നെ വരയ്ക്കണം. ക്ലിയർ അല്ലേ? രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് ഇന്നലെ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ A+ ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു എന്താണിത്. അതേപോലെ തന്നെ ഈ ചോദ്യമൊക്കെ നമ്മളെ പ്ലേലിസ്റ്റിൽ ഉണ്ടായിരുന്ന ചോദ്യം തന്നെയാണ്. പഠിച്ചു പോയവരുണ്ടെങ്കിൽ നന്നായിരിക്കും. ഞാൻ കമൻറ്റ് കണ്ടു, ഇത് പഠിച്ചു പോയിട്ട് നന്നായിട്ട് എഴുതാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഒത്തിരി സന്തോഷം കണ്ടപ്പം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡിഫറൻസും പിന്നെ അതൊന്ന് ഗ്രാഫിക്കലി ഇല്ലസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. പ്രൈസ് സീലിംഗ് എന്ന് പറയുമ്പോൾ അപ്പർ പ്രൈസ് ലിമിറ്റ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ്റും ഇവിടെ ലോവർ പ്രൈസ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ്റുമാണ്. അതായത് ഒരു വസ്തുവിന് ഈടാക്കാൻ പറ്റുന്ന ഏറ്റവും അതിന് മേലോട്ട് കൂടാൻ പാടില്ല, അതുപോലെ ഇവിടെ താഴാനും പാടില്ല. അപ്പോൾ ഏറ്റവും മിനിമം ആണ് ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന പ്രൈസാണ് ഇത് പ്രൈസ് ഫ്ലോർ. ഇത് അപ്പർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതാണ് പ്രൈസ് സീലിംഗ്.
ആൻഡ് പ്രൈസ് സീലിംഗ് എപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ താഴെയായിരിക്കും. പ്രൈസ് ഫ്ലോർ ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ മുകളിലായിരിക്കും വരിക. ദെൻ ഇറ്റ് വിൽ ക്രിയേറ്റ് പ്രൈസ് സീലിംഗ് ക്രിയേറ്റ് എക്സസ് ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഫ്ലോർ ക്രിയേറ്റ് എക്സസ് സപ്ലൈ. ഇതൊക്കെ പഠിച്ചു വെച്ചോളൂ, നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ പ്രൈസ് സീലിംഗ് ഇമ്പോസ് ചെയ്യുന്ന നെസസറി കമ്മോഡിറ്റിൻ്റെ മുകളിലും പ്രൈസ് ഫ്ലോർ ഇമ്പോസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ഗുഡ്സിൻ്റെ മുകളിലായിരിക്കും. ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇത് പ്രൈസ് സീലിങ്ങിൻ്റെ ഡയഗ്രാമാണ്, ഇതും നന്നായിട്ട് വരയ്ക്കാൻ പഠിക്കുക. ഇത് പ്രൈസ് ഫ്ലോറിൻ്റെ ഡയഗ്രാമാണ്, ഇതും പഠിക്കുക. ഓക്കെ, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഡയഗ്രാംസും അതേപോലെ തന്നെ അതിൻ്റെ ഡിഫറൻസും. ഓക്കെ, പിന്നെ ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കാറ്റഗറിയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്ന മെത്തേഡ്സ്. നമുക്ക് മൊത്തം 3 മെത്തേഡ്സ് ഉണ്ട്, പക്ഷേ ഇവിടെ 2 ചോദിച്ചിട്ടുള്ളൂ, വാല്യൂ ആഡഡ് മെത്തേഡും ഇൻകം മെത്തേഡും. തന്നെ കഴിഞ്ഞ പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വാല്യൂ ആഡഡ് മെത്തേഡ് കാണുന്നത്, വാല്യൂ ആഡഡ് മെത്തേഡ് എന്താണ്, അതിൻ്റെ ഇക്വേഷന് കാര്യങ്ങൾ നന്നായിട്ട് GDP = എന്താണെന്നുള്ളത് നന്നായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ എന്തും കൂടി പഠിക്കുക, ഈ കാണുന്ന ഇൻകം മെത്തേഡും കൂടി ഒന്ന് നോക്കുക. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയോടുകൂടി തന്നെ അത് നോക്കി അത് പഠിക്കുക. അത് പഠിക്കാതെ നിങ്ങൾ പോയിട്ട് കാര്യമില്ല, അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇൻകം മെത്തേഡ് നോക്കുകയാണെങ്കിൽ GDP എന്ന വേജ് പ്ലസ് റെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ ഓരോന്നിൻ്റെയും പഠിക്കുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇത് പഠിച്ചാൽ ഈസി ആയിട്ട് എഴുതാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എഴുതിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 4-5 മാർക്കിൻ്റെ ഉടനെ അപ്ലോഡ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയത് ഒട്ടും ശരിയായില്ല, കുറേ ക്വസ്റ്റ്യൻസൊക്കെ മിസ്സായിട്ടാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ. അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മോഡൽ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഫൈനൽ എക്സാമിനേക്കുള്ള നമ്മുടെ ഒരു റിവിഷനായിട്ട് മോഡൽ എക്സാമിനെ കാണുക. ഈ പരീക്ഷകളെല്ലാം നല്ല പ്രതീക്ഷയോടുകൂടി തന്നെ പഠിക്കുക. എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് A+ വാങ്ങാൻ പറ്റും എന്ന് ഉള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി പഠിക്കുക. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ടൈം നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒത്തിരി നേട്ടങ്ങൾ തരാൻ പോകുന്ന ഒരു ടൈമാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്ക് നാളെ നല്ല റിട്ടേൺസ് തിരിച്ചു തരാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നല്ല റിട്ടേൺ കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലാതെ നമുക്ക് റിട്ടേൺസ് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് പഠിച്ചോളൂ മക്കളെ. ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. A+ ലെവലിലോട്ട് നമ്മൾ എത്തും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.